തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള ഒരു സ്ഥലമാണ് പോംപെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായ സ്ഥലം. അവിടെ ആരംഭിച്ച ആ ഭക്തി, പരിശുദ്ധ പോംപെ മാതാവിനോടുള്ള ഭക്തി, അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുമെത്തി. ഈ കോഞ്ചിറ പരിശുദ്ധ പോംപെ മാതാവിൻ്റെ ഈ കപ്പേളയിൽ തൃശ്ശൂർ അതിരൂപതയുടെ ആദ്യത്തെ വികാരി അപ്പസ്തോലികയായിരുന്ന മെത്രാനായിരുന്ന അഡോൾഫ് മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ സഹായത്തോടെ അദ്ദേഹം നൽകിയ ഒരു ചിത്രത്തോടെ ആണ് ഈ ഭക്തി നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കോഞ്ചിറ മുത്തിയുടെ ഈ ദേവാലയം, ഈ കപ്പേള എന്ന് നമുക്കറിയാം. ഭാരതത്തിലെ തന്നെ പരിശുദ്ധ പോംപെ മാതാവിനോടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വളരെ പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. നമുക്കതിൽ അഭിമാനിക്കാം. ഈ ദൈവഭവനത്തിലായിരിക്കുന്നതിനെ ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഈ വചന സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ജീവിച്ച ചില വിശുദ്ധ ജീവിതങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ പോംപെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വിശുദ്ധനായ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബെർത്തലോങ്കോ. നിങ്ങൾ കേട്ട് കാണും. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ അൽമായൻ, അച്ഛനോ സന്യസ്തനോ ഒന്നുമല്ല. പക്ഷെ ഈ മനുഷ്യന് ഒരു ദൈവ ദർശനമുണ്ടാവുകയാണ്. ആ ദർശനത്തിൽ അദ്ദേഹം ശ്രവിച്ച കാര്യം ഇതാണ്: നീ ജപമാല ഭക്തി പ്രചരിപ്പിക്കുകയാണെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. ജപമാല ഭക്തി പ്രചരിപ്പിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ഈ മനുഷ്യൻ അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ച് അവിടെയുള്ള കർഷകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ജപമാല ചൊല്ലാൻ തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നു, അധികം ആളുകളൊന്നും വന്നിരുന്നില്ല. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ആദ്യമൊന്നും ഒത്തിരി ആളുകൾ വരില്ലെന്ന് നമുക്കറിയാലോ. പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇടിച്ചു കയറ്റം ഉണ്ടാവാറില്ല, ആൾ കുറവാണ് ആദ്യമൊക്കെ. പക്ഷേ സാവകാശം ഈ ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടി. ആ പ്രദേശം മുഴുവൻ ഈ ജപമാല